ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ജീവിതം ആണ് എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. കണ്ടോ? എന്താ അമ്മ? രുക്കു, സമയം 8 നീ അടുക്കളയോടത്ത് വരുന്നില്ലേ? അമ്മ കൊച്ചുറങ്ങിയപ്പോ 5 മണിയായി രാവിലെ. അതൊക്കെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, സൗണ്ട് ഉണ്ടാക്കാതെ അടുക്കളയോട്ട് വാ. അവനും കൊച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടെ. അമ്മ, ഞാനും 5-6 മണിക്കാണ് കിടന്നത്. അരുൺ ഉറങ്ങണത് പോലെ തന്നെ എനിക്കൊന്നും ഉറങ്ങണ്ടേ? അമ്മ എന്തോന്നാണ് ഈ പറയണത്? അമ്മക്ക് ചെയ്യാന്നുള്ള ജോലി ഇവിടെ ഉള്ളൂ. എന്തോന്ന് രണ്ടും കൂടി രാവിലെ ഇത്? ഞാൻ മറങ്ങ ബഹളമൊന്നുമില്ല മക്കളെ. മക്കളെടുന്ന് ഉറങ്ങിക്കോ. ഇത്തിരി അടുക്കളയോട് വരാൻ പറഞ്ഞ അവളോട് ചാടുന്നു കണ്ടില്ലേ? ചേട്ടൻ കണ്ടേല്ലേ ഞാനും ഉറങ്ങില്ലാന്ന്? ഞാൻ പറഞ്ഞതിന് മുമ്പ് അമ്മ എന്നല്ലേ ഇവിടുത്തെ എല്ലാ കാര്യവും നോക്കിയത്. എനിക്ക് കുറച്ചു നേരം ഒന്ന് ഉറങ്ങണ്ടേ? അതെ, ഞാനും കുറെ പിള്ളേരെയൊക്കെ വളർത്തിയത് തന്നെ. കുടുംബമൊക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ. അമ്മ, അവളെ പറഞ്ഞ എന്തോന്നാണ് ഇത്ര വലിയ തെറ്റി? അവള് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അവൾക്കൊന്നും ഉറങ്ങണ്ടേ? അതൊരു മനുഷ്യ ജീവല്ലേ? പെങ്കോന്തൻ. ചുമ്മാ എല്ലാ പെണ്ണുങ്ങൾ പ്രസവം കഴിഞ്ഞോണ്ട് സ്വന്തം വീട്ടിൽ പോകണമെന്ന് മണം. ഈ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആവുമ്പോഴേ ഞങ്ങളൊന്ന് ഉറങ്ങിയാന്ന് അന്വേഷിക്കുന്നത് സ്വന്തം അമ്മ മാത്രമായിരിക്കും. വേറെ എല്ലാവർക്കും പിന്നെ കൊച്ചാണ് പ്രയോറിറ്റി. പക്ഷെ ഉറക്കമില്ലാത്ത ഓരോ ദിവസവും. ഇതേപോലെ സപ്പോർട്ടീവ് ഹസ്ബൻഡാണ് ഏതൊരു പെണ്ണിൻ്റെയും ബലം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള അവരുടെ ആ ഒരു ബലം എന്ന് പറയുന്നത് ഇതേപോലെ ചേർത്ത് നിർത്തുന്ന ഹസ്ബൻഡ് തന്നെയാണ്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ജീവിതം ആണ് എന്ന് പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം.